കേരളത്തിലും ബി.ജെ.പി. ശ്രീരാമനെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ വിജയിച്ചതിനെ തുടർന്നാണ് അപകടകരമായ ഈ നീക്കം നടന്നത്. രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയ രാമായണത്തിലെ ശ്രീരാമനല്ല ബി.ജെ.പിയുടെ രാമൻ. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യത്തിലെ രാമനുമല്ല. പിന്നെയോ അത് പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിൽ തൃശൂലം കുത്തിയിറക്കി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ചുട്ടുകരിച്ചവരുടെ രാമനാണ്. അവരുടെ ക്രൂരതയ്ക്ക് പച്ചക്കൊടി വീശിയ മോഡിയുടെ രാമൻ. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരുടെ, ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നവരുടെ, അന്നം തരുന്ന കർഷകരെ കൊലക്കി കൊടുക്കുന്നവരുടെ, അമ്പലത്തിലിട്ട് പിഞ്ചു കുഞ്ഞിനെ സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്ത് നിഷ്ഠൂരം കൊല്ലുന്നവരുടെ രാമനാണ്. ഈ വിചിത്രമായ രാമഭക്തിക്ക് രാമായണത്തിലെ ശ്രീരാമനുമായി പുലബന്ധമില്ലെന്ന് മലയാളിക്ക് നന്നായി അറിയാം. അത് വിദ്വേഷ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വയുടെ രാമനാണ്, ഹിന്ദുക്കളുടെ അല്ല. RSSന്റെയും ബി.ജെ.പിയുടെയും രാമൻ എന്നാൽ അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യാധികാരം പിടിക്കാനുള്ള വെറുമൊരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. അതുകൊണ്ട് RSSന്റെ രാമനെ കേരളത്തിൽ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ അതൊരു എടുക്കാച്ചാർക്കായി അവശേഷിക്കുമെന്ന് മാത്രം. വർഗീയ ഫാസിസ്റ്റുകളായി നിങ്ങളുടെ രാമനെ നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിക്കാം, പക്ഷേ അത് മലയാളികൾ വാങ്ങുമെന്ന് വ്യാമോഹിക്കരുത്. ശബരിമലയിൽ അയ്യപ്പസ്വാമിയെ വെച്ച് രാഷ്ട്രീയം കളിച്ച് സുവർണാവസരത്തിനായി ശ്രമിച്ച് സ്വയം എളിഭ്യരായത് ഈ അവസരത്തിൽ സംഘപുത്രന്മാർക്ക് സ്മരിക്കാവുന്നതാണ്. പാലക്കാട് നഗരസഭ എന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തിലെ ഒരു നഗരസഭാ കാര്യാലയമാണ്. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റുകൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികളുടെ, ഗാന്ധിയെ കൊന്നവരുടെ കാര്യാലയമല്ല.